നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ അതിന് ക്ഷണിച്ചിട്ട് പോയില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത വാർഡിൽ നടക്കുന്ന പ്രതിഭാ പുരസ്കാരം എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള പഠന ഉപകരണങ്ങളും പിന്നെ പരീക്ഷകൾക്കൊക്കെ വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള മൊമെന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുവേ. അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു പരിപാടിയല്ല കേട്ടോ. ഒരു നീലക്കുറിഞ്ഞ് പൂക്കുന്ന അത്ര വർഷമായി. എത്രയൊക്കെ മഴ പെയ്താലും അതൊന്നും വകവെക്കാതെ ഇത് ഞങ്ങളുടെ നാടിന്റെ ആഘോഷമാണെന്നും പറഞ്ഞിട്ടാട്ടോ ആൾക്കാർ മൊത്തം ആ പരിപാടി കാണാൻ വന്നിരിക്കുന്നത്. ഈ നാട്ടുകാരുടെ ഒത്തൊരുമയും നമ്മുടെ ഫ്രണ്ട് വിപിൻനാഥിന്റെ സ്നേഹവും കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചതാ 3ാമത്തെ വർഷം ഈ പരിപാടിയിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് മാത്രമല്ല വരുന്ന എല്ലാവർക്കും ഞങ്ങൾ സമ്മാനം കൊടുത്തേ വിടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു ലക്കി ഡ്രോ ഒക്കെ ഉണ്ടായിരുന്നേ. അനുമതിയോടുകൂടി പൊട്ടിക്കുകയാണ്. പറഞ്ഞതുപോലെ 10 സമ്മാനങ്ങൾ കൊടുത്തതിൽ 1ാം സമ്മാനമായി മിക്സി കിട്ടി. ഭാഗ്യവതിയാണ് കേട്ടോ നമ്മുടെ സുജാത ചേച്ചി. ശേഷം സ്റ്റേജിന്റെ പിന്നീന്ന് നല്ല മണം വന്ന് പോയി നോക്കുമ്പോഴാണ് കേട്ടോ ഒരു ചേട്ടൻ ചൂടോടെ എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. മസാല ദോശ, ഊത്തപ്പം, ഗീ റോസ്റ്റ്, അങ്ങനെ വെറൈറ്റി ദോശകളും ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു പ്രോഗ്രാം തന്നെയായിരുന്നേ. ശേഷം കൊളപ്പുള്ളിക്കാരുടെ സ്വന്തം പാട്ടുകാരനായ സാംശിവന്റെയും ടീമിന്റെയും അടിപൊളി ഗാനമേള ഉണ്ടായിരുന്നേ. ശേഷം വയറ് നിറയെ പാട്ടും കേട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോന്നേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.